സ്വർഗീയ മഹിമ ആകവെ വെടിഞ്ഞു സ്വർഗത്തിൽ നിന്നിത കാണിറങ്ങി. സ്വർഗീയ മഹിമ ആകവെ വെടിഞ്ഞു സ്വർഗത്തിൽ നിന്നിത കാണിറങ്ങി. സ്വർഗത്തിൽ തന്നോട് ഇരുത്തിടുവാനായി സ്വർഗസ്ഥൻ നിനക്കായി ഹീനനായല്ലോ. സ്വർഗത്തിൽ തന്നോട് ഇരുത്തിടുവാനായി സ്വർഗസ്ഥൻ നിനക്കായി ഹീനനായല്ലോ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. അടിപ്പിണരാലി സൗഖ്യം പ്രാപിച്ചിടാൻ ഏകജാതനേശു തകർക്കപ്പെട്ടു. അടിപ്പിണരാലി സൗഖ്യം പ്രാപിച്ചിടാൻ ഏകജാതനേശു തകർക്കപ്പെട്ടു. ഇനിയും രോഗിയായി പാർത്തിടുവാനല്ല, യേശുവെ നോക്കി സുഖം പ്രാപിക്കാം. ഇനിയും രോഗിയായി പാർത്തിടുവാനല്ല, യേശുവെ നോക്കി സുഖം പ്രാപിക്കാം. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. The entire world is going into chaos. ഇന്ന് മുഴുവൻ ലോകവും ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Particularly we see that our youngsters, the boys in the colleges and in the schools, they are getting used to drugs and alcohol, and they have got the tendency to commit suicide, and there are a lot of accidents that is taking place in this world today. വിശേഷാൽ നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കും കോളേജിലേക്കും കടന്നു പോകുമ്പോൾ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങളും അടിമയാളായി അനേക ദുഷ്പ്രവൃത്തികളെ ചെയ്യുവാനായിട്ട് മുതിരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. We are definitely not here to profess any caste, creed or religion or any sect. ഇതിലെ ഒരു വിശേഷ ജാതിയോ മതമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വംശമോ എന്ന് നമുക്ക് വേർതിരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. What we would really want to bring to you is that through the love of Calvary, how the people from all these things can save themselves. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞതായ സ്നേഹത്തിലൂടെ ഇന്ന് ഇങ്ങനെയുള്ളതായ ജനങ്ങളെ എങ്ങനെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ എങ്ങനെ അവരെ രക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ള വിഷയത്തെ പറ്റി സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. Many youngsters have been asking us a question as to whether the word of God says whether they are supposed to keep away from alcohol, drugs and various other evil things in their life. ഇങ്ങനെയുള്ളതായ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വേർപെട്ട് ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം എവിടെയെങ്കിലും അനുശാസിക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ യൗവനക്കാർ ചോദിക്കുന്നുണ്ട്. We would not be going into a lot of speaking this moment. We would just run and we would want to read one word from the word of God. ഇങ്ങനെയുള്ളതായ ഈ സംശയകരമായ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 Corinthians 6:12 says, all things are lawful unto me, but all things are not expedient. All things are lawful for me, but I will not be brought under the power of the day. 1 അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എനിക്കെല്ലാത്തിനും അധികാരമുണ്ട്, എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കുമെങ്കിലും എല്ലാം എനിക്ക് ഉപയോഗപ്രദമല്ല എന്ന് കാണുന്നു. One of the most common Bible verses about drugs and addiction, alcoholism is something that we can comprehend here. ഇത് പ്രത്യേക ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തോട് ചേർത്ത് ഈ വചനത്തെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. Anything that is enslaving us, we become under the bondage of that. ഈ ലോകത്തിന്റേതായ വ്യവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
ഇപ്പോൾ അനേകര് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. This is a very clear verse and straightforward, explicitly saying that for a while we can do certain things. It does not mean they are good for us in our life. ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിലും അതെല്ലാം നമുക്ക് പ്രയോജനകരമല്ല. Before we get on to these evil habits, we should ask ourselves whether this is beneficial to us in our lives. ഈ തിന്മയായ സ്വഭാവങ്ങൾ നാം നേരിടുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമാണോ അല്ലയോ എന്ന് ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Right from the time that a child is born till they grow up, the mother and the father very carefully they bring the children up. ഒരു കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കൾ അതിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് വളരെയധികം ശ്രദ്ധാലുക്കളായി തീരുന്നുണ്ട്. They are so careful that they ensure that the child is fed on time and whether they are educated in the right school or whether they are practicing right habits. ആ കുട്ടിയെ നേരായ വഴിയിൽ വളർത്തിയെടുക്കണം, നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുത്ത് അതിനെ പഠിപ്പിച്ചെടുക്കണം, അതിനൊരു നല്ല ഭാവി ഉണ്ടാകണം എന്നൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. We are able to sense that the present trend in this world is distorting them and it's driving them away from all these things in their life. എന്നാൽ ഈ ലോകത്തിന്റെ പ്രഭു അവരെ വിവിധമായ നിലയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. Most often it is because of ignorance that they get into these evil habits. അനേക കുഞ്ഞുങ്ങൾ അവരുടെ അജ്ഞത മൂലം അവരുടെ അറിവില്ലായ്മ മൂലം ഇങ്ങനെയുള്ളതായ തിന്മയായ സ്വഭാവങ്ങൾക്ക് അടിമപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. As a little child studying in standard 9, I was also once addicted to all these things. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും ഇങ്ങനെയുള്ളതായ തിന്മയായ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നതെന്ന് പറയുവാൻ സാധിക്കും. Not wanting to elaborate things, I reached a situation when I was 29 years old, I reached a point of killing myself. അധികം ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകട്ടെ, ഇതിന്റെ അവസാനത്തിൽ ഞാൻ എന്നെ തന്നെ കൊല്ലുവാൻ തക്കവണ്ണം അത് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. I thought initially everything was interesting because I had a lot of friends who were distorting me away into this world. തുടക്കത്തിൽ ഞാൻ വളരെ രസകരമായിട്ട് ഇതിനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് കൂട്ടുതരുവാനായിട്ട് അനേക കൂട്ടുകാരുണ്ടായിരുന്നു. But when I reached a stage, a point of no return, all these friends, they left me alone. എന്നാൽ ഞാൻ ഇത് വിട്ടുകളഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞു. But my Father in heaven was so gracious, understanding the fact that I have got various things to do on in this world. He gave me a privilege to again live on this earth. എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്നോട് വളരെ കഴിവുള്ളവനായിരുന്നുകൊണ്ട് തിന്മയായ പല കാര്യങ്ങളിൽ ഞാൻ പെട്ടുപോയിരുന്നെങ്കിലും അതിൽ തന്നെ പുറത്തുകൊണ്ടുവന്ന് എന്നെ രക്ഷിപ്പാൻ വേണം എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് കരുണ കാണിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി. Even today in this world, in the schools and colleges, we can see that drugs and alcohol is on the increase. ഇന്ന് സ്കൂളിലും കോളേജുകളിലും ഇത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗവും വ്യാപനവും വളരെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. And the end result of all this is attempt to kill their own lives or commit suicide. ഇതിന്റെ എല്ലാം അന്ത്യം എന്താണ്? അവർ അവസാനം ഒരു ആത്മഹത്യയിൽ ചെന്ന് അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. They lose every bit of peace in their life and in their minds. അവരുടെ ജീവിതത്തിലുള്ള അല്പം പോലുള്ളതായ സമാധാനം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. But I am here standing before you to tell that if you seek the Lord, He will be able to save you from any such destruction in your life. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ സമാധാനമില്ലാത്തവരായി സ്വസ്ഥതയില്ലാത്തവരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. Similarly, a lot of youngsters these days, we see that for no reasons they meet with tremendous accidents and they lose their life overnight. ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ എത്രയോ യൗവനക്കാരാണ് യാതൊരു കാരണവും കൂടാതെ അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. We are all bound to respect the rules and laws of the country when it comes to driving on the roads. ഈ ദേശത്തിന്റെ നിയമങ്ങളെയും ഡ്രൈവിംഗ് നിയമങ്ങളെയും എല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെ ബാധ്യസ്ഥരാണ്. But the youngsters in the modern world, once they get onto the vehicle, they forget that they are on the road. They drive so rashly and they end up themselves in destroying their lives, not only their lives but also commoners who are innocent standing in the wayside. എന്നാൽ ഇന്ന് ഈ പുതുതലമുറയുള്ളതായ നമ്മുടെ യുവനക്കാര് അവര് ഒരു മോട്ടോർ സൈക്കിൾ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടിയാൽ അതിൽ കയറിയാൽ പിന്നെ അവർ ലോകം മറന്ന് അവർ ഓടിക്കുന്നു. അതുമൂലം അവർ സ്വന്തം പ്രാണന് മാത്രമല്ല മറ്റുള്ളവരുടെ പ്രാണനിലൂടെ ഹാനി വരുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. We should never forget the fact that we are bound under certain laws in our country.
നമ്മുടെ ദേശത്തിന് ഒരു നിയമമുണ്ട്, അത് പാലിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. You should respect the laws and the rules on the road, wherein you are safe yourself and also you create a sense of safety even to the others. ദേശത്തിന്റെയും ഈ റോഡ് നിയമങ്ങളൊക്കെ നാം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ജീവനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരുടെ ജീവനെ കൂടെ സൂക്ഷിക്കാനും രക്ഷിക്കാനും സാധിക്കും. Though the authorities, they want to help us in the best possible way, they are not able to do so just because the ones who drive, they are reckless and they don't respect the rules of the country. നമ്മുടെ ദേശത്തെ ഭരണാധികാരികളും നമ്മുടെ അധികാരികളൊക്കെയും നമ്മളെ സൂക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ സംരക്ഷിക്കാനും താല്പര്യപ്പെടുകയും അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അതിനെ അനുസരിക്കാതെ അതിനെ മറികടക്കുമ്പോഴാണ്, അതിനെ മറന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുന്നത്. We are here this morning only because we are concerned about our future generation. We are concerned about our little children who we have brought them carefully up. We want them to be safe in this land wherein they will be responsible to take care of the things to come in their life. ഇന്ന് ഞങ്ങൾ വലിയവർക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ വരും തലമുറ അവർ നഷ്ടപ്പെട്ടു പോകാതെ അവർ നിത്യജീവനാവകാശികളായി തീരണം, അവർ രക്ഷപ്പെട്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരണമെന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയാണ്. It's not a rocket science. Only thing that you have got to do is just be obedient to your parents, obey what they say, and you will be safe in the hands of God. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക. ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഇത് സാമാന്യ മര്യാദയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ സാധിക്കും, മറ്റുള്ളവരെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. Not only that, you are all under certain churches under some leadership. The leaders that you have been guiding you constantly, obey them, follow their instructions. You will be safe. Not only that, you will also be able to make yourself worthy of the kingdom of God. നിങ്ങൾ നേതൃത്വത്തിന്റെ കീഴിലാണെങ്കിൽ ആ നേതൃത്വത്തെ നിങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സൂക്ഷിപ്പാനും സംരക്ഷിപ്പാനും നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനും സാധിക്കും. I take this opportunity to thank God for giving me this privilege to be here this morning. ഈ രാവിലെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. May the Lord bless each and every one of you, particularly the business establishments and all the dear ones in and around. You may be able to understand the love of God and you may seek as to where you can find this peace and solace. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷാലുള്ള വ്യാപാര സ്ഥാപനങ്ങളെയും അതിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ നിത്യസമാധാനവും സ്വസ്ഥതയും പ്രാപിച്ച് നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. May the Lord bless each and every one of you. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.